ദുബായ് ദേരയിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോയതായിരുന്നു കേട്ടോ നമ്മൾ എല്ലാ വീക്കെൻഡും ലുലു തന്നെയാണല്ലോ അല്ലേ പോവാറ്. ഇത്തവണ എനിക്ക് അബായ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് മെട്രോക്ക് പോയതാണ്. ഹസ്ബൻഡിൻ്റെ ജോലി ആ ദേരയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അൽബത്തൂരിൽ പോയിട്ട് അപ്പോഴേക്കും ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 6 വർഷമായിട്ട് അൽബത്തൂരിൽ തന്നെയാണ് കേട്ടോ അബായ എടുക്കുക. കാരണം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ അബായസൊക്കെ. പിന്നെ ഒരുപാട് ഷോളിൻ്റെ കളക്ഷൻസും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. കാരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഇപ്പം ഞാൻ 2 അബായ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതങ്ങനെ. പിന്നെ ഞാനിതിന് മുമ്പ് ഉമ്മ വന്ന സമയത്താണ് ഉമ്മാക്ക് ഇവിടെ നിന്നാണ് കേട്ടോ അബായ എടുത്തത്. അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, ഒരുപാട് കാലം യൂസ് ആക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ റീഫ് മാളിൻ്റെ ഉള്ളിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു റീഫ് മാളിൻ്റെ ഉള്ളിലായതുകൊണ്ട് അധികം വലുപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ നല്ലോണം ഭയങ്കര വലുപ്പമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് മുറുക്കബാദിൻ്റെ അവിടെ ഒരു 10 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ. അവിടെ നെസ്റ്റോ ഉണ്ട്, ഭയങ്കര വലിയ ഹൈപ്പർ മാർക്കറ്റാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ പോവാറ്. നമ്മൾ ദേരയിലൊക്കെ താമസിക്കുന്ന സമയത്ത് അവിടെയാണ് കേട്ടോ പോവാറ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വല്ലപ്പോഴും പോകണം എന്ന് തോന്നുമ്പോൾ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. ഉമ്മ വന്ന സമയത്ത് അബായ വാങ്ങാനായിട്ട് പോയപ്പോൾ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചു ഈ റീഫ് മാളിൻ്റെ ഉള്ളിലായതുകൊണ്ട് ചെറുതായിരിക്കും കേട്ടോ. അതേപോലെ ഇവിടെ നല്ലോണം ഓഫർ ഉണ്ട് കേട്ടോ. ഈ ഒരു മിഠായി സ്വീറ്റ്സൊക്കെ നമ്മൾ പെർ പീസിന് 3 ദിറംസൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാ ഷോപ്പിലും. ഇവിടെ 1 ദിറംസിന് ഓഫർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓരോ ഏരിയകളിലും ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഓരോ ഷോപ്പിലും ഒരു ഇത്ര ഏരിയ എന്നുണ്ടാവും. ഇവിടെ ഒരുപാട് ഏരിയയിൽ ഫ്രൂട്ട്സ് മാത്രമായിട്ടും വെജിറ്റബിൾസ് മാത്രമായിട്ടും ഇങ്ങനെ വെച്ചത് കാണാൻ തന്നെ ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന പിക്കിളാണ് കേട്ടോ ഇത് മാങ്ങച്ചാറാണ്. 4 ദിറംസിന് ഭയങ്കര റേറ്റ് കുറവായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ സെയിം ലുലുവിൽ നിന്നാണ് മാങ്ങച്ചാറ് വാങ്ങിക്കാറ്. അവരുണ്ടാക്കുന്ന അച്ചാർ, ലുലുവിലത്തെ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ 9 ദിറംസൊക്കെ വരാറുണ്ട് കേട്ടോ. ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഇരിക്കില്ല. നമ്മൾ നോർമലി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അച്ചാർ ഏകദേശം നമുക്ക് 2 ഇയറൊക്കെ ഇരിക്കുമല്ലോ. 2 ഇയേഴ്സൊക്കെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും, കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത് അങ്ങനെ പറ്റില്ല കേട്ടോ. ഓൺലി 1.5 മന്ത് 1 മന്ത് അങ്ങനെയൊക്കെയാണ് ഇതിന്മേൽ ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ ഒരുപാട് ഡേറ്റ്സും കാര്യങ്ങളും നട്ട്സൊക്കെ ഓഫർ കണ്ടു. ഒരുപാട് മിഠായികൾ ഓഫർ കണ്ടു കേട്ടോ. നാട്ടിലൊക്കെ പോകുന്നവർക്ക് കറക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഒരു സ്ഥലമാണ് കേട്ടോ നെസ്റ്റോ എന്ന് പറയുന്നത്. ഞാൻ ദേരയിലാവുമ്പോൾ നെസ്റ്റോ ലുലു എന്നാണ് വാങ്ങാറ്. ഇപ്പം നെസ്റ്റോയിൽ പോകാനുള്ള ടാക്സിക്ക് പോയിട്ട് വരണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മെട്രോയിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഒരുപാട് പിടിക്കാനും പറ്റില്ല. പിന്നെ എല്ലാം കൂടെ ഹസ്ബൻഡിനെ കൊണ്ട് പിടിപ്പിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ മോനെ കൊണ്ടും പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ എപ്പോഴും മെട്രോക്കാണ് ടാക്സിക്കാണ് വരാറ്. പോകുമ്പോൾ മെട്രോക്ക് പോയാലും തിരിച്ച് വരുമ്പോൾ ടാക്സിക്ക് വരാറുണ്ട്. ഇതിപ്പം നമ്മുടെ നാട്ടിലെ ജീരകമിഠായില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും നല്ല റേറ്റ് കുറവിൽ കണ്ടു ഇവിടെ. അതുപോലെ നാട്ടിലെ കുറേ എന്താ പറയുക, മറ്റേ തേൻമിഠായി, ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കണ്ടാൽ തന്നെ എടുക്കാൻ തോന്നുന്ന രീതിയിൽ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കതങ്ങനെ പണ്ടൊക്കെ നമ്മൾ കളർ മിഠായി ഇങ്ങനെ കടലുള്ളിലായിട്ട് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആ ഒരു പഴയ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ എനിക്കിഷ്ടമായി. ഞാനപ്പോൾ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഡേറ്റ്സ് നമ്മൾ റമദാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം 4 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് കുറച്ചിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിസ്തക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ പൊതുവേ പിസ്തക്കൊക്കെ 1 കിലോനൊക്കെ 55-60 റേറ്റ് വരാറുണ്ടല്ലോ. ഇവിടെ 20 ദിറംസിന് ഹാഫ് kg എന്നൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ആൽമണ്ടിനൊക്കെ റേറ്റ് ഓഫർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇങ്ങനെ പിസ്ത ഇതൊക്കെ ഇങ്ങനെ കുറേശ്ശെ എടുത്തു കിട്ടും. അതായത് തിരിച്ച് മെട്രോയിൽ തന്നെ വരാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്, സലാഹുദ്ദീൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ അൻസാർ ഗാലറിയിൽ നമ്മൾ ആദ്യം പോവാറ് അൽബത്തൂരിൽ പോകുമ്പോൾ. കാരണം കുറച്ചും കൂടെ അവിടെ നടക്കണം ഓൾഡ് നെസ്റ്റോൾക്ക്. അപ്പം ഇത് വന്നപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കയറി നോക്കിയതാണ്. ഇവിടെ ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ പഴയ നെസ്റ്റോട്ട് തന്നെ നടന്ന് പോവാം. എന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് ടാക്സിക്ക് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. കാരണം ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ കിച്ചൺ ഐറ്റംസ് ഞാൻ ഓൺലൈനായിട്ട് കണ്ട കുറേ സംഭവങ്ങളിലൂടെ കണ്ടു കേട്ടോ. പൊതുവെ എനിക്ക് ലുലുവിലായാലും നെസ്റ്റോയിലായാലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈനിൽ കാണുന്ന അധികം ഐറ്റംസൊന്നും കാണാറില്ല. ഈ ഒരു മറ്റേ പാത്രം ഹോൾഡ് ചെയ്യുന്ന ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ ഗ്ലാസ്സും ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അത് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ വേറെ എന്തോ കാര്യം വന്നിട്ട് അത് വിട്ടുപോയി. അതുപോലെ ഈ ഒരു നൈഫിൻ്റെ കത്തിയുടെ ഇത് വെക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്.
ഇത് റേറ്റ് കുറവായിരുന്നു, അതായത് ഓൺലൈനിൽ കാണിക്കുന്നതിനേക്കാളും റേറ്റ് കുറവായിരുന്നു കേട്ടോ. അതേപോലെ ട്രെൻഡിയോളിലും ലുലുവിലും ഒക്കെ ഞാൻ കണ്ട കുറേ കിച്ചണിൽ പുതിയതായിട്ടുള്ള ആ ഒരു മാർബിൾ കോട്ടിങ്ങുള്ള ആ ഒരു പാനിൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ. അത് 189 ദിർഹംസ് ഇപ്പോൾ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ട്രെൻഡിയോളിലൊക്കെ 200 സംതിങ് എബോവ് ഉണ്ട് 6 പീസസിൻ്റെ ആ ഒരു മാർബിൾ കോട്ടിങ്ങുള്ള പാനിന്. അതേപോലെ ഈ ഒരു 3 പീസസുള്ള ഇതിന് ഡയറി മിൽക്കിന് 18 രൂപ എങ്ങാണ്ടാണ് ഞാൻ കണ്ടത്. ഇവിടെ 9 ദിർഹംസുള്ളൂ കേട്ടോ. ഒക്കെ ഹാഫ് പ്രൈസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. കറക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവാണ് കേട്ടോ നല്ലത്. നമുക്ക് പോകാനുള്ളൊരു ഇതുള്ളതുകൊണ്ട് മെട്രോക്ക് പോകണം, പിന്നെ ടാക്സിക്ക് വരണം. ടാക്സി ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. കാരണം നല്ല ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇതായിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ ദേരായതുകൊണ്ട് എപ്പോഴും ടാക്സി ഉണ്ടാവും. പക്ഷേ അവിടെ എപ്പോഴും ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവും കേട്ടോ റീഫ് മാളിൻ്റെ മുന്നിൽ. അപ്പോൾ പെട്ടെന്ന് വരുന്നവർ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ലാസ്റ്റൊക്കെ ആണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അതേപോലെ കുറേ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വെക്കുന്നതും ടീ പോട്ടുകളും കാര്യങ്ങളും കപ്പും സോസറും അതുപോലെ അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ അവിടെ അങ്ങനെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായപ്പോൾ ഞാൻ കുറേ ടെമോയിൽ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എനിക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഫ്രീ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അത് വരുമെന്ന് അറിയില്ല. മാർച്ച് 4 വന്നില്ല എന്നുണ്ടെങ്കിൽ 20 ദിർഹംസ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ 130 ദിർഹംസിന് പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ 110 ദിർഹംസിന് പർച്ചേസ് ചെയ്താലാണ് ഫ്രീ ഗിഫ്റ്റ് കിട്ടുക. ഞാൻ ഇതിന് മുമ്പ് 2 തവണ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെമോയിൽ നിന്ന്. അന്നൊക്കെ ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ആയിരുന്നു, ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒക്കെ ആയിരുന്നു. എനിക്ക് നല്ല ഇതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഫ്രീ ഗിഫ്റ്റ്സും കൂടി കണ്ടപ്പോൾ എനിക്കിഷ്ടമായിട്ടുള്ള കുറച്ച് വാൾ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു പുതിയ നെസ്റ്റോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. റീഫ് മാളിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിൽ ആ ഫുഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വണ്ടികളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ റംബൂട്ടാനും കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതൊരു ഒരുപാട് ഏരിയകളിൽ ഇങ്ങനെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വാങ്ങിക്കാനായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളെ വാങ്ങുള്ളൂ. കാരണം മെട്രോക്ക് തന്നെ വരാം, മെട്രോയുടെ അടുത്താണ്. അപ്പോൾ മെട്രോക്ക് തന്നെ വരാം. അബായ സ്റ്റിച്ച് ചെയ്യാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അബായ കിട്ടുക. റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോകാൻ പറ്റില്ല. നോമ്പ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എവിടെയും പോകൽ നടക്കില്ല. ലുലു തന്നെയാണ് എപ്പോഴും പോകുന്ന പോലെ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് അങ്ങനെ. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ നല്ല വീഡിയോസ് ആയിട്ട് വരണ്ടേ കേട്ടോ. ഓക്കെ.